ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. എന്താണ് വനദിനത്തിൻ്റെ ഒരു പ്രസക്തി? 1971 അതിൻ്റെ തുടക്കം കുറിക്കുന്നത്. ശരിക്കും ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ മെമ്പർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ളവരുടെ ആ ഒരു കോൺഫറൻസിലാണ് എല്ലാ വർഷവും ഇനിയും വരുന്ന വർഷങ്ങളിൽ മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ അല്ലെങ്കിൽ ലോക വനദിനമായിട്ട് ആചരിക്കാം എന്നുള്ളൊരു ആഹ്വാനം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ടായത്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഇന്നലെ അങ്ങാടിക്കുരുവികളുടെ ദിനമായിരുന്നു, ഇന്ന് വേൾഡ് ഫോറസ്ട്രി ഡേ ആണ്, ലോക വനദിനമാണ്, നാളെ ജലദിനമാണ്. അപ്പോൾ ഈ സബ്ജക്ട്സ് എല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ദിനങ്ങൾക്ക് പ്രധാനമായിട്ടും ആഹ്വാനം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ലോകം എമ്പാടും വനമേഖല പല തരത്തിലുള്ള ഫോറസ്റ്റായിട്ട് നമുക്ക് ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ തന്നെ പ്രധാനമായിട്ടുള്ള പല ഇടപെടലുകൾ കാരണം വന വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വനത്തിന് ശോഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ വനമേഖലയെ നമ്മൾ മറ്റ് പല വികസന ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വനത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് വളരെ ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വനത്തെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് മറ്റ് വേറെന്തിനും വേണ്ടിയല്ല. നമ്മൾ പല പഠനങ്ങളിനകത്തും പറഞ്ഞിരിക്കുന്നത് വനം, വന്യജീവി, പ്രകൃതി വിഭവങ്ങൾ, ജൈവസമ്പത്ത് എന്നിവയെ നിലനിർത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 1971 മുതൽ നമ്മൾ ലോക വനദിനം ആചരിച്ചു വരുന്നു. പ്രധാനമായിട്ടും വനങ്ങളുടെ മൂല്യങ്ങൾ എന്താണ്, അതിൻ്റെ സേവനങ്ങൾ എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, മനുഷ്യന് അതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും നമ്മുടെ ജീവിതം എത്രത്തോളം വനങ്ങളുമായിട്ട്, പലപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിനകത്ത് നമ്മൾ വനങ്ങളും നമ്മളുമായിട്ട് എന്താ ബന്ധം എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, നമ്മൾ എത്രത്തോളം വനത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ഊന്നൽ നൽകി അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സന്ദേശം നൽകുവാനായിട്ടാണ് നമ്മൾ ഈ ലോക വനദിനം ആചരിച്ചു വരുന്നത്. കൃഷിയും ഈ വനസംരക്ഷണവുമായിട്ട് എന്താണ് നേരിട്ടുള്ള ബന്ധം? നമുക്കറിയാം, ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. വനം ഒരു കാലത്ത് ഭൂമി മൊത്തം വനമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഒരുപക്ഷെ വനമായിരുന്നിരിക്കാം. ആ വനം വെട്ടിത്തെളിച്ചാണ് നമ്മൾ കൃഷിയിലേക്ക് വന്നത്. കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ കൃഷിയും വനങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം വളരെ കൊച്ചു ഒരു സംസ്ഥാനമായിരിക്കുന്ന കേരളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 38,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതിലേകദേശം നമ്മുടെ രാജ്യത്തെ തന്നെ ശരാശരിക്ക് ഉപരിയായിട്ട്, രാജ്യത്തെ ശരാശരി ഏകദേശം 23% വനമേഖലയായിട്ടുള്ളത്. അതിലുമുപരി 29 അല്ലെങ്കിൽ 29-ൽ കൂടുതൽ ശതമാനം വനമേഖലയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പം നമുക്കറിയാം, അതുപോലെ തന്നെ കേരളം ഭാരതത്തിൽ വെച്ച് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പം ജനസാന്ദ്രതയിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വനങ്ങളുണ്ട്. നമുക്ക് കേരളത്തിനകത്ത് വനമേഖലകളുണ്ട്, വനതരങ്ങൾ, പല തരത്തിലുള്ള വനങ്ങളും നമുക്ക് ഇവിടെ കേരളത്തിലുണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ പല വനമേഖലകളുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മൾ നോക്കിയാൽ വന അതിർത്തിയിൽ നിന്ന് തന്നെ നമ്മൾ ജനങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ നമ്മൾ കണ്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമുക്കറിയാം, നമ്മൾ പണ്ട് വനത്തിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന പല കാര്യങ്ങളും ഇപ്പം കർഷകർ പല കാര്യത്തിനകത്തും പ്രയോജനപ്പെടുത്തുന്നുണ്ട്, കൃഷിയുടെ കാര്യത്തിനകത്താണെങ്കിലും. അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിനെ നമുക്ക് നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാര്യങ്ങളെ നമ്മൾ പ്രകൃതി വിഭവങ്ങളെ, പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് നമ്മൾ നൽകുന്നതെങ്കിൽ ഇതിനെല്ലാം ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഫോറസ്ട്രി, അഗ്രികൾച്ചർ എന്നുള്ള മേഖലകളെല്ലാം വളരെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വനമേഖലയിൽ വരുന്ന ഒരു പ്രശ്നം ഒബ്വിയസ് ആയിട്ട് അത് കൃഷി മേഖലയും വളരെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ വന അതിർത്തിക്കടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ പൊതുവേ പറയുന്നൊരു പരാതി, അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം വന്യജീവികളുടെ ഒരു കടന്നുകയറ്റമാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമ്മുടെ വനത്തിൽ നിന്ന് വളരെ അകന്ന സ്ഥലങ്ങളിൽ പോലും വന്യജീവികൾ വരുന്നു. മയിലുകൾ ധാരാളമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് വരും. പാലക്കാട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പോലും മയിലുകൾ ഒരുപാട് നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു കാലത്ത് ഇതിനെ കാണാനേ ഉണ്ടായിരുന്നില്ല. കുരങ്ങുകൾ, പന്നികൾ, ഇതൊക്കെ നാട്ടിൻപുറത്ത് ഇറങ്ങുകയും കൃഷിക്ക് നേരിട്ടല്ലെങ്കിൽ ധാന്യങ്ങൾ കൊത്തിക്കൊണ്ട് പോവുക, ഉണക്കാനിടുന്ന നെല്ല് കൊത്തിക്കൊണ്ട് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. എന്താണ് ഇതിന് കാരണം? നമ്മൾ മനുഷ്യനും
വന്യജീവിയായിട്ടുള്ളൊരു സംഘടന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ആ ഡെഫിനേഷനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത്. നമുക്ക് ഒരിക്കലും ശരിക്കും പറയാനായിട്ട് സാധിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമയത്ത് ഈ ഭൂമി മുഴുവൻ കാടായിരുന്നിരിക്കാം. അപ്പം വന്യജീവികളുടെ ആയിരുന്നു ഈ ആവാസ വ്യവസ്ഥ. നമ്മൾ എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, മറ്റ് ജന്തുജാലങ്ങൾ വന്നതിന് വളരെ ശേഷമാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയുണ്ടായത്. അതുകൊണ്ട് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനമേഖലയിലായിരുന്നു, അവരുടെ ഭവനങ്ങളിലായിരുന്നു വനങ്ങളിലേക്ക് മനുഷ്യൻ ശരിക്ക് കടന്നുകയറ്റം ഉണ്ടാകുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2011 സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് റിപ്പോർട്ട് നോക്കിയാൽ നമുക്കറിയാം വനമേഖല കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മുടെ പല ആവശ്യങ്ങൾക്കായിട്ട് വനമേഖലയിലേക്ക് കടന്നുകയറ്റം നടത്തി ചെന്നതിൻ്റെയും മറ്റ് പരിണത ഫലങ്ങളായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വന്യജീവിയും മനുഷ്യനുമായിട്ടുള്ള സംഘടനകൾ കാണുവാനായിട്ട് നമ്മൾ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഓക്കെ, ഹലോ. ഹലോ, നമസ്കാരം സർ. നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വെമ്പായത്ത് നിന്ന് സുലൈമാനാണ്. സുലൈമാൻ, മിസ്റ്റർ സുലൈമാനാണ് വിളിക്കുന്നത്. സുലൈമാൻ എന്ത് ചെയ്യാണ്, എന്താണ് ജോലി? ഗ്രീൻ കെയർ കേരള എന്ന് പറഞ്ഞൊരു പരിസ്ഥിതി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ കർഷകനാണ്. ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഹൈടെക് ഫാം ചെയ്യുന്നുണ്ട്, ഓപ്പൺ ഫീൽഡിലും കൃഷി ചെയ്യുന്നുണ്ട്. ശരി. എന്താണ് ശ്രീ രാജൻ മാത്യു വർഗീസിനോട് ചോദിക്കാനുള്ളത്? അദ്ദേഹം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറാണ്. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഒരേ സമയം തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകനും കൃഷിക്കാരനുമാണ്. അപ്പോൾ ഈ വന്യമൃഗങ്ങള്, കുരങ്ങ്, പന്നി പോലുള്ളത് ഇപ്പോൾ നാട്ടിൻ പ്രദേശത്തും വലിയ ശല്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാര മാർഗം എന്താണെന്നുള്ളതാണ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം, മനുഷ്യൻ പരിണാമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനുഷ്യനാണ് മറ്റ് മൃഗങ്ങൾ വന്നതിന് ശേഷം വന്നിരിക്കുന്ന ഒരു സോഷ്യൽ ആനിമലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം യഥാർത്ഥമായിട്ട് നമ്മൾ പല പഠനങ്ങളും നടത്തി വരുന്നതിനകത്ത് യഥാർത്ഥമായിട്ട് ശരിക്ക് വന്യജീവി അല്ലെങ്കിൽ മൃഗങ്ങളല്ല നമ്മളെ ആക്രമിക്കാനായിട്ട് കണ്ടു വരുന്നത്. ശരിക്കും യഥാർത്ഥമായിട്ട് മനുഷ്യൻ്റെ പല വികസനാവശ്യങ്ങൾക്കായിട്ടും കൃഷിക്കായിട്ടും പാർപ്പിട നിർമ്മാണത്തിനായിട്ടും ഒക്കെ നമ്മൾ വനമേഖലയിലേക്ക് കടന്നുകയറ്റം നടത്തി ചെന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ സംഘടന കണ്ടു വരുന്നത്. പക്ഷേ സംഘടന അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ കേരളത്തിനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വനമേഖലയുടെ അതിർത്തിയിൽ തന്നെ നമ്മൾ കൃഷി ആരംഭിച്ച് മുന്നോട്ട് വരുന്നു. വാഴ, കരിമ്പ് അങ്ങനെയുള്ള കൃഷി വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ആനയ്ക്കും മറ്റു മൃഗങ്ങൾക്കും ഏറ്റവും പ്രിഫേർഡായിട്ടുള്ള ആഹാരമാണ് അത് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വെളിയിലേക്ക് വന്ന് നശിപ്പിക്കുവാനായിട്ടുള്ളൊരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് മൃഗങ്ങൾ, പ്രത്യേകിച്ച് കൂടുതൽ ബിഗർ ക്യാറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന ടൈഗർ, ലെപ്പേർഡ് അങ്ങനെയുള്ള മൃഗങ്ങൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പല പഠനങ്ങളിലത്ത് മാധ്യമങ്ങളിനകത്തൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കാട്ടിനകത്തൊക്കെ ആഹാരമൊന്നും കഴിച്ച് മതിയാകാതെ ഇവൻ ഇറങ്ങി വന്ന് നമ്മുടെ കന്നുകാലികളെ കൊല്ലുന്നു, മനുഷ്യനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് അതല്ല സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും പ്രായം ചെന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ പരിക്ക് പറ്റിയ മൃഗങ്ങൾ നമ്മൾ ശരിക്കും വൈൽഡ് ലൈഫ് ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടുവയോ ഒരു പുലിയോ ഒരു വേട്ട നടത്തുമ്പോൾ ഒരു 9 വേട്ടയിലാണ് അതിൽ ഒരെണ്ണം വിജയമായിട്ട് കാണുന്നത്. അപ്പം അത്രയും ആരോഗ്യപരമായിട്ടൊരു മൃഗം നിന്നാൽ മാത്രമേ അതിന് പ്രകൃതിയിൽ വേട്ടയാടി അതിന് വേണ്ടതായിട്ടുള്ള ആഹാരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ചിലപ്പം വനത്തിനകത്ത് വെക്കുന്ന കെണികളായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇപ്പോൾ പല ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള മുള്ളമന്നിയായിട്ട് വരുന്ന ഇതിനകത്ത് അതിൻ്റെ മുള്ള് തറച്ച് കയറി പിന്നെ ഇൻഫെക്ഷനായി അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട്. അപ്പം വളരെ കൃത്യമായിട്ടുള്ള ഇതിന് മനുഷ്യനും വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘടന വളരെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് ഏത് മൃഗമാണോ അതിനെ അടിസ്ഥാനമാക്കിയാണ്, ഏത് പ്രദേശമാണോ അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വൺ ഫിറ്റ് സൊല്യൂഷൻ ഫോർ ഓൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്കറിയാം, ഇപ്പം വന്യജീവി വകുപ്പാണെങ്കിൽ പോലും അല്ലെങ്കിൽ സർക്കാരാണെങ്കിൽ പോലും ഇതിന് വേണ്ടതായിട്ടുള്ള പല പ്രതിവിധികളുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാം വിജയമാണെന്നും ഞാൻ പറയുന്നില്ല. വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും കർഷകൻ ഇതുകൊണ്ട് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ആനയുടെ ശല്യമുള്ള പ്രദേശം ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ എന്താണ്?
നമുക്കറിയാം ആനയുടെ ഇപ്പം പ്രത്യേകിച്ച് ആനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഈ ആന എന്ന് പറയുന്ന മൃഗം ഇറ്റ്സ് എ ലാർജ് സൈസിൽ വളരെ വലിപ്പം കൂടിയ ഒരു മൃഗമായതുകൊണ്ട് തന്നെ വെള്ളത്തിനും ആഹാരത്തിനും ഒക്കെ അതിൻ്റെ ആവശ്യകത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു പ്രദേശത്തെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തുവാനായിട്ട്, ആഹാരമാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ മറ്റ് ചെറിയ മൃഗങ്ങളെ ആസ്പദമാക്കി ഇത് വളരെ വലിയ മേഖലകളിൽ യാത്ര ചെയ്ത് ആഹാരവും വെള്ളവും ഒക്കെ കണ്ടെത്തുവാനായിട്ട് ഇടയാക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം ഇവിടെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊക്കെയായിട്ട് നമ്മുടെ ഫോറസ്റ്റൊക്കെ തന്നെ ഫ്രാഗ്മെൻറ്റഡ് ആയി പോയിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. വലിയ കണ്ടിന്യൂസ് പാച്ചസ് ആയിട്ട് കിടന്ന ഫോറസ്റ്റ് ഇപ്പം നമ്മൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും എലിഫൻറ്റ് കോറിഡോഴ്സ് ആയിരിക്കുന്ന ആനകൾ ഒരു വനമേഖലയിൽ നിന്ന് മറ്റ് വനമേഖലകളിലേക്ക് മാറുന്ന അല്ലെങ്കിൽ നടന്ന് നീങ്ങുന്ന പ്രദേശങ്ങളാണ് പലപ്പോഴും നമ്മൾ പ്ലാന്റേഷനുകളാക്കുകയും അല്ലെങ്കിൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് പണിയുകയും ആനത്താരകൾ ആ പ്രദേശങ്ങളെയാണ് നമ്മുടെ പല വികസന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അപ്പം ആനയുടെ ഒരു വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഓർമ്മശക്തിയാണ്, മെമ്മറി. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജലം ലഭ്യമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആഹാരം ലഭ്യമാണ്, അത് ഇന്ന മാസങ്ങളിൽ വേനൽ സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഓർമ്മയിലുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ആനയെ നയിക്കുന്ന കൂട്ടത്തിന് ഒരു നേതാവുണ്ട്. ആ നേതാവിന് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയായിരിക്കും. അപ്പം ഏത് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഈ ഓർമ്മ വെച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്, അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴാണ് അവർ പണ്ട് ഈ ആനത്താരകളെന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മൾ ടീ എസ്റ്റേറ്റുകളാക്കി അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് പണിതു. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പം ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ എലിഫൻറ്റ് പ്രൂഫ് ട്രെഞ്ചസ് എന്ന് പറഞ്ഞ് നമ്മൾ കിടങ്ങുകൾ നിർമ്മിച്ച് ആനകൾ വന്യജീവി മേഖലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തടയുവാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ പല ടെക്നിക്സും നമ്മളതിന് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലയിടത്തും അത് വിജയകരമായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പല ടെക്നിക്സ് എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ഒന്ന് WWF ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ കോളർ, ആനകളെ റേഡിയോ കോളർ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില റേഡിയോ കോളേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അത് നമ്മൾ ചില ആനക്കൂട്ടങ്ങളെ പഠനം നടത്തി അതിൽ 1-2 ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മയക്കുവെടി വെച്ച് അതിനെ ഈ കോളറുകൾ ധരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ ഈ കൂട്ടത്തിൻ്റെ കൂടെ കാട്ടിലേക്ക് തന്നെ വിടുകയാണ്. അതിൽ കൂടെ പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മയക്കുവെടി വെച്ച് ഇതിനെ ഈ റേഡിയോ കോളർ ഫിറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് തന്നെ ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആഹാരത്തിനായിട്ട് എവിടെ പോകുന്നു, വെള്ളത്തിനായിട്ട് എവിടെ പോകുന്നു, ഇവിടെയുള്ളൊരു ജലാശയത്തെയാണോ ആശ്രയിക്കുന്നത് അതോ ദൂരെയുള്ളൊരു ജലാശയത്തെയാണോ ആശ്രയിക്കുന്നത്, അത് ഏത് കാലങ്ങളിൽ, ഇവിടെ അത് വരണ്ട കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ. അപ്പം ആ ആനയുടെ ആഹാരം, വെള്ളം അല്ലെങ്കിൽ മറ്റ് ആനക്കൂട്ടങ്ങളുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം പഠിക്കുവാനായിട്ട് നമുക്ക് ഈ റേഡിയോ കോളറിങ് നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആനകൾ വിളകൾ വന്ന് നശിപ്പിക്കുന്നത് അത് ക്രോപ്പ് റൈഡിങ് എലിഫൻസ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അങ്ങനെയുള്ള ക്യാരക്ടറുള്ള എലിഫൻസ് അത് യങ്ങർ എലിഫൻസിലേക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമ്മളത് കാണുന്നുണ്ട്. തലമുറകളിലേക്ക് ഈ സ്വഭാവം പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള എലിഫൻസ് അത് എന്തുകൊണ്ട് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും അതിൽ നിന്ന് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കും. എന്തായാലും ശ്രീ സുലൈമാൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും എന്ന് കരുതുന്നു. അദ്ദേഹത്തിന് നന്ദി. അങ്ങ് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ടല്ലേ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ 8 വർഷമായിട്ട് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറാണ്. എന്തൊക്കെയാണ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് നമുക്കറിയാം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നാണ് ഈ ഓർഗനൈസേഷൻ അറിയുന്നത്, WWF എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലൊക്കെ തന്നെ ഇതിന് പേര് നമ്മൾ 1987 നമുക്ക് മാറ്റുവാനായിട്ട് നമ്മളിടയുണ്ടായി. ഇതിൻ്റെ പേര് തന്നെ നമ്മൾ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര് മാറ്റിയിരിക്കുന്നത്. മലയാളത്തിൽ അതിൻ്റെ പേര് പറയുന്നത് വിശ്വപ്രകൃതി നിധി എന്നാണ് നമ്മൾ അതിൻ്റെ ഒരു പേര് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം പണ്ട് നമ്മൾ വന്യജീവി എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു നമ്മുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ നമ്മൾ അനേക വർഷങ്ങളുടെ നമ്മളെ ശ്രമഫലമായിട്ട് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ വനത്തെയോ വന്യജീവിയെയോ
അത് മാത്രമായിട്ട് സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇറ്റ് ഇസ് ഇൻ്റർലിങ്ക്ഡ് ടു സോ മെനി അതർ ഫാക്ടേഴ്സ്. അതിന് ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളുമായിട്ട് വളരെ പരസ്പര ബന്ധിതമായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ മൊത്തമായിട്ട് എടുത്ത് അതിൻ്റെ സംരക്ഷണ പ്രവർത്തനത്തിന് ഊന്നൽ നൽകിയാൽ മാത്രമേ നമുക്ക് വനത്തെയും വന്യജീവികളെയും മറ്റു കാര്യങ്ങളെയും നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, അല്ലെങ്കിൽ WWF. ഗ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ് എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അത് കഴിഞ്ഞ് ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. WWF ഇന്ത്യയുടെ ഡൽഹിയിലാണ് ഹെഡ് ഓഫീസ്. ഏകദേശം 47 ഓഫീസുകൾ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതി വിഷയങ്ങൾ, പ്രകൃതി വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള കേരള സ്റ്റേറ്റ് ഓഫീസ് എന്ന് പറയുന്ന ഓഫീസാണ് ഞാൻ ഇവിടെ മാനേജ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 3 മേഖലകളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് കൺസർവേഷൻ പ്രോജക്റ്റുകളുണ്ട്. പല ഏജൻസികളുമായിട്ടൊക്കെ ചേർന്ന് നമ്മൾ പല കൺസർവേഷൻ പ്രോജക്ട്സ് നടത്തുന്നുണ്ട്. കൺസർവേഷൻ പ്രോജക്ട്സ് നടത്തുന്നത് പ്രധാനമായിട്ടും ഒരു സ്പീഷീസിന് വേണ്ടിയാകാം, എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിന് വേണ്ടിയാകാം. പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആന, അല്ലെങ്കിൽ പുലി, അല്ലെങ്കിൽ കടുവ, ഈ സ്പീഷീസിൻ്റെയൊക്കെ പ്രോജക്ട്സ് നമ്മൾ നടപ്പിലാക്കി വരുന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കൺസർവേഷൻ പ്രോജക്റ്റ് ഒരു പ്രദേശത്തെ ആസ്പദമാക്കിയായിരിക്കും. നമ്മൾ കൺസർവേഷൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു കൺസർവേഷൻ ലാൻഡ്സ്കേപ്പായിട്ട് പറയുന്നതാണ് സൗത്ത് വെസ്റ്റേൺ ഗാട്ട്സ് ലാൻഡ്സ്കേപ്പ് എന്ന് നമ്മൾ പറയുന്നത്. സൗത്ത് വെസ്റ്റേൺ ഗാട്ട്സ് ലാൻഡ്സ്കേപ്പ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വനം, വന്യജീവി എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദേശീയ ഉദ്യാനത്തെയോ അല്ലെങ്കിൽ ഒരു വന്യജീവി സങ്കേതത്തെയോ അടിസ്ഥാനമാക്കിയായിരുന്നു നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറി ഒരു വലിയൊരു പ്രദേശത്തെ, ഈ സൗത്ത് വെസ്റ്റേൺ ഗാട്ട്സ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ 7000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ, 4000 സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലും 3000 സ്ക്വയർ കിലോമീറ്റർ തമിഴ്നാട്ടിലും ആയിട്ടുള്ള ഒരു 7000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ അതിനകത്ത് ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്പീഷീസുകളെ, മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കൺസർവേഷൻ പ്രോജക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തെ സംരക്ഷിക്കപ്പെടേണ്ട പ്രാധാന്യമുള്ള മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം എന്നുള്ള മേഖലകളിലേക്ക് എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ, അവയർനെസ് ആൻഡ് ഔട്ട്റീച്ച്, ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടീച്ചർ ട്രെയിനിങ് വർക്ക്ഷോപ്സ്, ഇപ്പം വരുന്ന പുതിയ ടീച്ചേഴ്സിനെ നമ്മൾ എങ്ങനെയാണ്, പ്രകൃതിയിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ മുൻ തലമുറ കണ്ട പ്രകൃതി പ്രശ്നങ്ങളല്ല ഇപ്പം പുതിയ തലമുറ കാണുന്നത്. അപ്പോൾ പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഇപ്പോൾ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം കൊണ്ട് നമുക്കതിനെ എങ്ങനെ തരണം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിസ്ഥിതി വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടികൾ അനേകം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസി ആൻഡ് അഡ്വക്കസി ലോ ഇൻ്റർവെൻഷൻസ്, ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിന്ന് പല നയപരമായിട്ടുള്ള കാര്യങ്ങളിനകത്തും പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകി മുന്നോട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം, കുറേ പേർക്ക് അറിയാം, എന്നാലും ഇത് പരക്കെ അറിയപ്പെടുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേച്ചർ കൺസർവേഷന് വേണ്ടിയും അനിമൽ പ്രൊട്ടക്ഷന് വേണ്ടിയും ഒക്കെയുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ യുവജനങ്ങൾ, അല്ലെങ്കിൽ ഈ നേരത്തെ വിളിച്ച ശ്രീ സുലൈമാനെ പോലുള്ള ആൾക്കാർ, ഇവർക്ക് സഹകരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ അവസരങ്ങളാണ് ഉള്ളത്? നമ്മൾ WWFൻ്റെ തന്നെ ക്യാപ്ഷൻ ഞങ്ങൾ പലപ്പോഴും പറയുന്നത് പ്ലീസ് ഗെറ്റ് ഇൻവോൾവ്, വി കാൻ ഡു ഇറ്റ് വിത്തൗട്ട് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളോ സഹകരണമോ ഇല്ലാതെ നമുക്കിതൊന്നുമേ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് തന്നെ ആർട്ടിക്കിൾ 51 പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോ ഇന്ത്യൻ പൗരനും പ്രകൃതിയെ സംരക്ഷിക്കാനും പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇത് ഒരു കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പിനോ അല്ലെങ്കിൽ WWF എന്നൊരു സംഘടനയുടെ ഒരു ഉത്തരവാദിത്വം അല്ല ഈ പ്രകൃതി. പ്രധാനമായിട്ടും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങൾ അറിയാറില്ല. അതാത് ജനങ്ങളാണ് അതാത് മേഖലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ അറിയുന്നത്. അപ്പോൾ ആ പരിസ്ഥിതി പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക, സംഘടിതമായിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് നമ്മുടെ ഓഫീസ്. തിരുവനന്തപുരത്ത് ഓഫീസിനകത്ത് വളരെ ചുരുക്കം, ഒരു 6-8 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ മുഴുവനായിട്ട് നമ്മൾ പല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ്, ഏകദേശം ഒരു വർഷം 15 ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ ഈ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ നമുക്ക് സ്കൂളുകളിൽ നേച്ചർ ക്ലബ്ബുകളുണ്ട്. അതുപോലെ പല നേച്ചർ എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ ഈ പരിസ്ഥിതി പ്രാധാന്യമുള്ള ദിവസങ്ങൾ നമ്മൾ ആചരിക്കുന്നതിൻ്റെ പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിനകത്തെല്ലാം കേരളത്തിൽ തന്നെ മൊത്തം ഒരു വലിയൊരു വോളണ്ടിയർ നെറ്റ്വർക്ക് നമ്മുടെ കൂടെയുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളിനകത്തെല്ലാം നമുക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഓർഗനൈസേഷനകത്തുള്ള ഒരു 6-8 പേര് വിചാരിക്കുന്നതുകൊണ്ടല്ല. അതുകൊണ്ട് വളരെ സ്കൂൾ കോളേജ് ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് മുതിർന്നവർ, വളരെ അനേകം സീനിയർ സിറ്റിസൺസ് ഉണ്ട് നമ്മളുമായിട്ട് ചേർന്ന് ഈ പ്രവർത്തനങ്ങളിനകത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട് മൊത്തം കാത്തിരിക്കുന്ന ഒരു
ആചരണമാണ് ഇനി ഭൗമ മണിക്കൂർ അല്ലേ? 29-ാം തീയതിയാണ്. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? 2007 ഓസ്ട്രേലിയയിലാണ് ശരിക്കും ഇത് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് 2009 ഇന്ത്യയിലേക്ക് വന്നു. ആ വർഷം മുതൽ നമ്മൾ ഇത് ആചരിച്ചു വരുന്നു. ഭൗമ മണിക്കൂർ, എർത്ത് അവർ എന്ന് പറയുന്നത് അത് എന്താ, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, അതിന് നമ്മൾ ഊർജ്ജ ഉപഭോഗമായിട്ടുള്ള ആ ഒരു എനർജി പ്രൊഡക്ഷൻ ആൻഡ് കൺസർവേഷനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ഊന്നൽ കാണിക്കുവാനായിട്ടുള്ള ഒരു പരിപാടിയാണത്. അതുകൊണ്ട് 2009 മുതൽ നമ്മൾ അനേകം പ്രോഗ്രാമുകൾ നമ്മൾ അതിനുവേണ്ടി നടത്തി വരുന്നുണ്ട്. ഇപ്പം ഈ വർഷം മാർച്ച് 29-ാം തീയതിയാണ് ആ പ്രോഗ്രാം വരുന്നത്. 26, 27, 28, 29 ആ 4 ദിവസങ്ങളിലായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനായിട്ടുള്ള പല പരിപാടികൾ ചെയ്തു തന്നിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ സുരേഷ് ഗോപിയാണ് എർത്ത് അവർ 2014 ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നിരിക്കുന്നത്, ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനായിട്ട്. 29-ാം തീയതി വൈകിട്ട് ഗാന്ധി പാർക്കിൽ വെച്ച് വലിയൊരു പരിപാടി, വിളക്കുകളൊക്കെ അണച്ച് മെഴുകുതിരി കത്തിച്ച് പല ഗസ്റ്റുകളെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും വളരെ ഗംഭീരമായിട്ട് നടത്തിയ പ്രോഗ്രാമാണ്. ഈ വർഷം അത് കൂടുതൽ ഗംഭീരമാകട്ടെ. നമ്മുടെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കർഷകർക്ക് എന്നിവർക്ക് ഈ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാവുന്നതാണ്. അതിന് ശ്രീ രാജൻ മാത്യു വർഗീസിനെ ബന്ധപ്പെടേണ്ട വിലാസം ഇതാണ്. രാജൻ മാത്യു വർഗീസ്, രഞ്ജൻ മാത്യു വർഗീസ്, സ്റ്റേറ്റ് ഡയറക്ടർ, WWF ഇന്ത്യ, തിരുവനന്തപുരം 695035. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 0471 23 02 265. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മോട് സംസാരിച്ച അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഭാവി പ്രവർത്തനങ്ങൾക്ക്, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം പഠിക്കാൻ അവസരം. റബ്ബർ കപ്പുതൈകൾ വിതരണത്തിന് തയ്യാറായി. കൃഷി വിജ്ഞാന കേന്ദ്രം കടൽമീൻ പഞ്ചഗവ്യം പുറത്തിറക്കി. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂർ കേളപ്പച്ചി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലും സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലും കേരളത്തിലെ കൃഷിയിടങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ തരം കാർഷിക യന്ത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാർഷിക യന്ത്രങ്ങൾക്ക് പുറമെ വിവിധ ജലസേചന ഉപാധികൾ, സൂക്ഷ്മ കൃഷിയിലെ വിവിധ ഘട്ടങ്ങൾ എന്നിവയും തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. കർഷകർക്കും കാർഷിക സംരംഭകർക്കും കാർഷിക യന്ത്രങ്ങൾ കാണുന്നതിനും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ
തവനൂർ കേളപ്പച്ചി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് 049426879990. മറ്റൊരു നമ്പർ 049426866214. മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയത്തിലെ നമ്പർ 9447225802. കൃഷി വകുപ്പിന്റെ നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് തൈകൾ, വിത്തുകൾ എന്നിവ ലഭ്യമാണ്. മഞ്ഞ, പർപ്പിൾ പാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ ഫാമിൽ കൃഷി ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക, ഇഞ്ചി, ഞാവൽ എന്നിവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിതരണത്തിനുണ്ട്. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0493246225. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന റബ്ബർ നടീൽ സീസണിൽ വിതരണം ചെയ്യുന്നതിനായി റബ്ബർ ബോർഡിന്റെ മഞ്ചേരി നഴ്സറിയിൽ കപ്പ് തൈകൾ തയ്യാറായിട്ടുണ്ട്. തൈ ഒന്നിന് 68 രൂപയാണ് വില. കപ്പ് നഴ്സറിയിൽ തിരികെ ഏൽപ്പിച്ചാൽ കപ്പ് ഒന്നിന് 8 രൂപ ലഭിക്കും. നടീൽ വസ്തുക്കളുടെ ലഭ്യതയനുസരിച്ച് തൈകൾ ബുക്ക് ചെയ്യുന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും വിതരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491220290. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491220290. കായ്ഫലം വർദ്ധിപ്പിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കാനും പൂകൃഷിയിൽ കൂടുതൽ പൂക്കൾ ലഭ്യമാക്കാനും ഉപകരിക്കുന്ന പഞ്ചഗവ്യം എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം വിതരണത്തിന് തയ്യാറാക്കി. കടൽ മീൻ എന്ന പേരിലാണ് പഞ്ചഗവ്യം പുറത്തിറക്കിയത്. 1 ലിറ്ററിന് 100 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484231775. കമുകിന്റെ മണ്ടമറിച്ചിലിനും പോള കരിച്ചിലിനും സത്വര പരിഹാരമായി കർഷകർ മണ്ണ് പരിശോധന നിർബന്ധമാക്കണമെന്ന് കാർഷിക സർവകലാശാല അറിയിച്ചു. മണ്ടമറിച്ചിൽ ഉള്ള കമുകിൻ തോട്ടങ്ങളിൽ ബോറോണിന്റെ അഭാവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓരോ മരത്തിനും 350 ഗ്രാം കുമ്മായമിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ബോറോക്സ് പൊടി വിതറിയാൽ മണ്ടമറിച്ചിൽ രോഗത്തിന് പരിഹാരം കണ്ടെത്താം. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കാർഷിക യന്ത്രങ്ങളുടെ പ്രായോഗിക പരിശീലനം നടന്നു വരുന്നുണ്ട്. കർഷക ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും പ്രവൃത്തി പരിശീലനത്തിൽ പങ്കെടുക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9449246629. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 12,400 രൂപ, കോഴിക്കോട് 13,300 രൂപ, തൃശൂർ 12,300. കൊപ്ര കൊച്ചിയിൽ 8,800 രൂപ, കോഴിക്കോട് 8,750, തൃശൂർ 8,850. കുരുമുളക് അൺഗാർബിൾഡ് 50,900, ഗാർബിൾഡ് 52,900. ചുക്ക് മീഡിയം 23,000, ചുക്ക് ബെസ്റ്റ് 24,000. മഞ്ഞൾ സേലം 7,200, മഞ്ഞൾ ഈറോഡ് 7,500. അടയ്ക്ക പുതിയത് 15,000 രൂപ മുതൽ 16,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ക്വിന്റലിന് 14,200 രൂപ, റബ്ബർ RSS 4 14,700. കോട്ടയം റബ്ബർ RSS 5 14,300, റബ്ബർ RSS 4 14,750. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 12,400 രൂപ, മാർച്ച് അവധി 12,150, ഏപ്രിൽ അവധി 11,400, മെയ് അവധി 11,435, ജൂൺ അവധി 11,180. കൊപ്ര 8,565 രൂപ മുതൽ 8,800 വരെ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,900, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 50,900, ഗാർബിൾഡ് 52,900. ചുക്ക് മീഡിയം 23,000, ചുക്ക് ബെസ്റ്റ് 24,000. മഞ്ഞൾ നാടൻ 6,200. അടയ്ക്ക പുതിയത് 15,000 രൂപ മുതൽ 16,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 350 രൂപ മുതൽ 400 വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 650 മുതൽ 670 രൂപ വരെ. ജാതി പത്രി 800 രൂപ മുതൽ 850 വരെ.
ഗ്രാമ്പു 950 രൂപ മുതൽ 1050 രൂപ വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,200, റബ്ബർ RSS 4 14,700 രൂപ. ഒട്ടുപാൽ 10,900, ലാറ്റക്സ് 10,300 രൂപ. കമ്പോള അവലോകനം. ഏലം കർഷകർക്കും സ്റ്റോക്കിസ്റ്റുകൾക്കും പ്രതീക്ഷ പകർന്ന് ഉൽപ്പന്നത്തിന്റെ വില 1000-ലേക്ക് അടുത്തു. സീസൺ കഴിഞ്ഞതിനാൽ ലേലകേന്ദ്രങ്ങളിൽ ഏലക്കവരവ് ചുരുങ്ങി. കുമിളി ലേലത്തിൽ മികച്ച ഇനം ഏലക്ക കിലോ 995 രൂപയായും ശരാശരി ഇനങ്ങൾ 700-ലുമാണ്. ഓഫ് സീസൺ ആയതിനാൽ ഏലം കൂടുതൽ മികവ് കാണിക്കാം. 2012-ൽ ഏലം കിലോ 1500-ലേക്ക് ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് റബ്ബർ വെട്ട് നിലച്ച് 2 മാസം പിന്നിട്ടതോടെ പ്രമുഖ വിപണികൾ ഷീറ്റ് ക്ഷാമത്തിന്റെ പിടിയിലായി. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയതിനാൽ 4ാം ഗ്രേഡ് കിലോ 147-ലേക്കും 5ാം ഗ്രേഡ് 142-ലേക്കും താഴ്ന്നു. ദക്ഷിണേന്ത്യയിൽ നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും കൊപ്രക്ഷാമം വിട്ടുമാറിയില്ല. വെളിച്ചെണ്ണ 12,400-ലും കൊപ്ര 8,800-ലുമാണ്. വിലക്കയറ്റം മൂലം പ്രാദേശിക വിപണികളിൽ എണ്ണ വിൽപ്പന ചുരുങ്ങി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.8, 27. കൊച്ചി 34.2, 24.2. ആലപ്പുഴ 33.7, 24. പുനലൂർ 36.5, 26. തിരുവനന്തപുരം കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.